ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിലെ സ്റ്റോൺ ഏജും ഇൻഡസ് വാലി സിവിലൈസേഷനും നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ ഏജിൻ്റെ കംപ്ലീറ്റ് PYQ സെക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ പ്ലേലിസ്റ്റായി ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ PYQ സെക്ഷൻ ഫോളോ ചെയ്യുക. ദെൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മെലൂഹ എന്നറിയപ്പെട്ടിരുന്ന സംസ്കാരം ഏതാണ്? മെലൂഹ എന്നറിയപ്പെട്ടിരുന്ന സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരമാണ്. ഓക്കെ, ഇപ്പം എന്താണ്? സിന്ധു നദീതട സംസ്കാരമാണ് മെലൂഹ എന്നറിയപ്പെട്ടിരുന്ന സംസ്കാരം. ദ നെക്സ്റ്റ് വൺ, സിന്ധു നദീതട സംസ്കാരത്തിനേക്കാളും പഴക്കമുള്ള നാഗരിക സംസ്കാരമായ ഗൾഫ് ഓഫ് കാമ്പറ്റ് കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ഇപ്പം എന്താണ്? സിന്ധു നദീതട സംസ്കാരത്തിനേക്കാളും പഴക്കമുള്ള നാഗരിക സംസ്കാരമായ ഗൾഫ് ഓഫ് കാമ്പറ്റ് കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പം NIOT അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഗൾഫ് ഓഫ് കാമ്പറ്റ് ഗുജറാത്തിൽ കണ്ടെത്തുന്നതെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. NIOTയുടെ ആസ്ഥാനം ഏതാണ്? NIOT, അതിൻ്റെ ഫുൾ ഫോം ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി എന്ന് പറയുന്നത്. സോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈയിലാണ്. എവിടെയാണ്? ചെന്നൈയിൽ. ദ നെക്സ്റ്റ് വൺ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ദ്രാവിഡരാണ്. ഓക്കെ, ഇപ്പം ദ്രാവിഡരാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഹാരപ്പൻ സംസ്കാരവും വെങ്കലയുഗ സംസ്കാരവും. ഇപ്പം ഹാരപ്പൻ സംസ്കാരവും വെങ്കലയുഗ സംസ്കാരം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സിന്ധു നദീതട സംസ്കാരം തന്നെയാണ്. പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഭിംബേത്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓക്കെ, ഇപ്പം പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഭിംബേത്ക സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ദ നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും അധികം ശിലായുഗ കേന്ദ്രങ്ങൾ ഉത്ഖനനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും അധികം ശിലായുഗ കേന്ദ്രങ്ങൾ ഉത്ഖനനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ദ നെക്സ്റ്റ് വൺ, ഹാരപ്പൻ സംസ്കാരം നിലവിലിരുന്ന വർഷം ഏതാണ്? ഹാരപ്പൻ സംസ്കാരം നിലവിലിരുന്ന വർഷം ഏതാണ്? BC 3000 മുതൽ BC 1500 ഇടയ്ക്കാണ്. BC 3000 BC 1500 ഇടയ്ക്കാണ് ഹാരപ്പൻ സംസ്കാരം നിലവിലിരുന്നത്. ദെൻ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? നഗരാസൂത്രണവും നഗരവത്കരണവുമാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ. സിന്ധു നദീതട സംസ്കാരം നിലവിലിരുന്ന ഹാരപ്പ മോഹൻജദാരോ ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിന്ധു നദീതട സംസ്കാരം നിലവിലിരുന്ന ഹാരപ്പയും മോഹൻജദാരോയും ഒക്കെ ഇപ്പോൾ എവിടെയാണ്? ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. അത് പാകിസ്ഥാൻ പഞ്ചാബിലെ മൗണ്ട് ഗോമറി ജില്ലയിലാണ് ഹാരപ്പ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മോഹൻജദാരോ ആണെങ്കിലോ പാകിസ്ഥാനിലെ സിന്ധിലെ ലർക്കാന ജില്ലയിലാണ്. അപ്പോൾ പാകിസ്ഥാൻ സിന്ധിലെ ലർക്കാന ജില്ലയിലാണ് മോഹൻജദാരോ ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് ആരാണ്? സർ വില്യം ജോൺസ് ആണ്. അപ്പോൾ സർ വില്യം ജോൺസ് ആണ് ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് ആരാണ്? സർ വില്യം ജോൺസ്. ദ നെക്സ്റ്റ് വൺ, സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായിട്ട് സൂചന നൽകിയത് ആരാണ്? സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ചാൾസ് മേഡ്സൺ ആണ്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഏതാണ്? സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പായിരുന്നു. ഏതാണ്? ഇരുമ്പ്. ദ നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് തുടങ്ങാൻ മുൻകൈ എടുത്ത ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭു ആണ്. അപ്പം കാനിങ് പ്രഭു ആണ് ഇന്ത്യൻ ഗവേഷണ വകുപ്പ് തുടങ്ങാൻ മുൻകൈ എടുത്ത ഗവർണർ ജനറൽ. ദ നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. ആരാണ്? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സിന്ധു നദീതട നിവാസികളുടെ ആരാധനാമൂർത്തികൾ ആരാണ്? സിന്ധു നദീതട നിവാസികളുടെ ആരാധനാമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഒന്ന് മാതൃദേവതയും പിന്നീട് ഒന്ന് പശുപതിയുമാണ്. മാതൃദേവതയും പശുപതിയുമാണ് സിന്ധു നദീതട നിവാസികളുടെ ആരാധനാമൂർത്തികൾ. അപ്പോൾ ഇവർ ആരാധിച്ചിരുന്ന മൃഗമാണ് കാള എന്ന് പറയുന്നത്. ഇപ്പം ഇവർ ആരാധിച്ചിരുന്ന മൃഗം ഏതാണ്? കാളയാണ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇവർ ഇണക്കി വളർത്തിയ ഒരു മൃഗമുണ്ട്, അത് നായയാണ്. അപ്പം ഇവർ ഇണക്കി വളർത്തിയ മൃഗം നായയും ഇവർ ആരാധിച്ചിരുന്ന മൃഗം കാളയുമാണ്. അതുപോലെ സിന്ധു നദീതട നിവാസികളുടെ ആരാധനാമൂർത്തികൾ മാതൃദേവതയും പശുപതിയുമാണ്. ഓക്കെ, ദെൻ പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? GF ഡേൽസി ആണ്. അപ്പം പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് അഭിപ്രായപ്പെട്ടത് GF ഡേൽസി ആണ്. ആര്യന്മാരുടെ വരവാണ് തകർച്ചയ്ക്ക് കാരണമായത്. അതായത് ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മോർട്ടിമർ വീലർ ആണ്.
അപ്പം എന്താണ് മോർട്ടിമർ വീലറാണ് ആര്യന്മാരുടെ വരവാണ് തകർച്ചയ്ക്ക് കാരണമായത് എന്ന് അഭിപ്രായപ്പെട്ടത്. ഓക്കെ, ദെൻ അളവിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ ഏതായിരുന്നു? 16 ആയിരുന്നു. അപ്പം എന്താണ് സിന്ധു നദീതട നിവാസികൾ അളവിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ 16ഉം 16ന്റെ ഗുണിതങ്ങളുമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ദെൻ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? മോഹൻജൊദാരോ ആണ്. അപ്പം എന്താണ് മോഹൻജൊദാരോ ആണ് മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരം ഏതാണ്? രവി നദിയാണ്. ഇപ്പം രവി നദിയുടെ തീരത്താണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഋഗ്വേദത്തിൽ ഹരിയുപ്പട്ട എന്ന് പരാമർശിക്കപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഹാരപ്പയാണ്. അപ്പം എന്താണ് ഋഗ്വേദത്തിൽ ഹരിയുപ്പട്ട എന്ന് പരാമർശിക്കപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ഹാരപ്പ എന്ന് പറയുന്നത്. ദെൻ ഋഗ്വേദത്തിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ട നദി ഏതാണ്? സിന്ധു നദിയാണ്. ഓക്കെ, അപ്പം എന്താണ് ഋഗ്വേദത്തിലെ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ട നദിയാണ് സിന്ധു നദി. ദെൻ സിന്ധു നദീതട സംസ്കാര കാലത്ത് ഒഴുകിയിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭൂമിക്കടിയിലാണെന്ന് കരുതുന്ന ഒരു നദിയുണ്ട്. ഏതാണത്? സരസ്വതിയാണ്. ഓക്കെ, അപ്പം എന്താണ് സിന്ധു നദീതട സംസ്കാര കാലത്ത് ഒഴുകിയിരുന്ന എന്നാൽ ഇപ്പോൾ ഭൂമിക്കടിയിലാണെന്ന് കരുതുന്ന ഒരു നദിയാണ് സരസ്വതി. ദെൻ സിന്ധു നദീതട സംസ്കാര ഭാഗമായ ഒരു തുറമുഖമുണ്ട്. ഏതാണത്? ഗുജറാത്തിലെ ലോത്തലാണ്. ഓക്കെ, അപ്പം എന്താണ് ഗുജറാത്തിലെ ലോത്തലാണ് സിന്ധു നദീതട സംസ്കാര ഭാഗമായ തുറമുഖം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ആദ്യമേ ഹാരപ്പ, മോഹൻജൊദാരോ, റൂപാർ, ബെൻവാലി. ദെൻ അതിൻ്റെ നെക്സ്റ്റ് സൈഡിൽ എന്താ കൊടുത്തേക്കുന്നത്? RD ബാനർജി, RS ബിഷ്ത്, ദയാറാം സാക്നി, YD ശർമ്മ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പം ഓരോ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ആരുടെ നേതൃത്വത്തിലാണ് കണ്ടെടുത്തത് എന്ന ഒരു രീതിക്കാണ് നമ്മൾ ചേരുംപടി ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഹാരപ്പ കണ്ടുപിടിച്ചത് ആരാണ്? ഹാരപ്പ കണ്ടുപിടിച്ചത് ദയാറാം സാക്നിയാണ്. ആരാണ്? ദയാറാം സാക്നി. ദെൻ മോഹൻജൊദാരോ കണ്ടെത്തിയത് ആരാണ്? മോഹൻജൊദാരോ കണ്ടെത്തിയത് RD ബാനർജിയാണ്. അപ്പോൾ എന്താണ് RD ബാനർജിയുടെ നേതൃത്വത്തിലാണ് മോഹൻജൊദാരോ എന്ന സിന്ധു നദീതട കേന്ദ്രം കണ്ടെത്തിയത്. ദെൻ നെക്സ്റ്റ് വൺ റൂബാർ ആണ്. അപ്പോൾ റൂബാർ കണ്ടുപിടിച്ചത് ആരാണ്? YD ശർമ്മയാണ്. അപ്പോൾ YD ശർമ്മയാണ് റൂബാർ എന്ന സിന്ധു നദീതട കേന്ദ്രം കണ്ടെത്തിയത്. ദെൻ ബെൻവാലി ആരാണ് കണ്ടെത്തിയത്? ബെൻവാലി കണ്ടെത്തിയത് RS ബിഷ്താണ്. അപ്പോൾ എന്താണ് RS ബിഷ്താണ് ബെൻവാലി കണ്ടെത്തിയത്. അപ്പോൾ എന്താണ് ഹാരപ്പൻ സംസ്കാരം ആരാണ് കണ്ടെത്തിയത്? ദയാറാം സാക്നിയാണ്. മോഹൻജൊദാരോ കണ്ടെത്തിയത് ആരാണ്? RD ബാനർജിയാണ്. റൂബാർ കണ്ടെത്തിയത് ആരാണ്? YD ശർമ്മയാണ്. ബെൻവാലി കണ്ടെത്തിയത് ആരാണ്? RS ബിഷ്താണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ച ഗുജറാത്തിലെ 2 പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? എന്താണ് നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ച ഗുജറാത്തിലെ 2 പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ലോത്തലും രംഗ്പൂറുമാണ്. അപ്പം എന്താണ് ലോത്തലും രംഗ്പൂറുമാണ് നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ച ഗുജറാത്തിലെ 2 പ്രദേശങ്ങൾ. ഇവിടെ നമുക്ക് A, B, C, D എന്നിങ്ങനെ കുറേ ഓപ്ഷൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയുടെ താഴെ എന്താണെന്ന് നോക്കിയേ, ലോത്തലും സബർമതിയും. ബിയുടെ താഴെ എന്താണ്? ഹാരപ്പയും രവിയും. സി ആണെങ്കിൽ മോഹൻജൊദാരോ, സിന്ധു. ഡി ആണെങ്കിൽ കാലിബംഗാൻ, ഖഗർ. സോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഓരോ സിന്ധു നദീതട കേന്ദ്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെ തീരത്താണ്, ഏത് നദിയുടെ തീരത്താണ് ഈ സിന്ധു നദീതട കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്നത് നമ്മളിത് നോക്കി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ലോത്തൽ എന്ന് പറയുന്ന ആ ഒരു സിന്ധു നദീതട കേന്ദ്രം സബർമതി നദിയുടെ തീരത്താണോ? ആണ്. അതുപോലെ ഹാരപ്പ രവി നദിയുടെ തീരത്താണോ? ആണ്. മോഹൻജൊദാരോ സിന്ധു നദിയുടെ തീരത്താണോ? അതെ. ദെൻ കാലിബംഗാൻ ഖഗ്ഗർ നദിയുടെ തീരത്തുമാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരി തന്നെയാണ്. സോ നമ്മൾ എന്തൊക്കെ ഇതിൽ നോക്കേണ്ടത്? സബർമതി തീരത്ത്, അതായത് സബർമതി നദിയുടെ തീരത്താണ് ലോത്തൽ എന്ന സിന്ധു നദീതട കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ രവി നദിയുടെ തീരത്താണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദിയുടെ തീരത്താണ് മോഹൻജൊദാരോ സ്ഥിതി ചെയ്തിരുന്നത്. ഖഗ്ഗറിന്റെ തീരത്താണ് കാലിബംഗാനും സ്ഥിതി ചെയ്തിരുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഒന്ന് വെള്ളപ്പൊക്കം, ദെൻ പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, ദെൻ വനനശീകരണം, ദെൻ പകർച്ചവ്യാധികൾ, ദെൻ ലാസ്റ്റ് വൺ കാർഷിക മേഖലയിലെ തകർച്ച. അപ്പോൾ ഏതൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വെള്ളപ്പൊക്കമുണ്ടോ, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ വനനശീകരണം, പിന്നെ പകർച്ചവ്യാധികൾ, അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ തകർച്ച, ഇവയൊക്കെ കാരണമാകുന്നുണ്ടോ? ഉണ്ട്. ഇവയെല്ലാം എന്താണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളാണ്. ഏതൊക്കെയാണവ? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, പകർച്ചവ്യാധികൾ, കാർഷിക മേഖലയിലെ തകർച്ചയൊക്കെ എന്താണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ്? രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിന്നാണ്. ഓക്കെ,
ഓക്കെ, അപ്പം എന്താണ്, കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിന്നാണ്. അപ്പോൾ കൂടാതെ ജലസേചനത്തിനായിട്ട് കനാലുകൾ നിർമ്മിച്ചിരുന്നതും എവിടെ തന്നെയാണ്? ഈ കാലിബംഗാനിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ജലസേചനത്തിനായിട്ട് കനാലുകൾ നിർമ്മിച്ചിരുന്നതും എവിടെ തന്നെയാണ്? രാജസ്ഥാനിലെ കാലിബംഗാനിലാണ് ഓർത്തിരിക്കുക. അപ്പോൾ കാലിബംഗാനിൽ എന്തൊക്കെയാണുള്ളത്? ഒന്ന് കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ജലസേചനത്തിനായിട്ട് കനാലുകളും ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സൂചനാ ബോർഡ് ലഭിച്ചത് ഏത് സിന്ധു നദീതട കേന്ദ്രത്തിൽ നിന്നാണ്? ധോളവീരയിൽ നിന്നാണ്. അപ്പം എന്താണ്, ധോളവീരയിൽ നിന്നാണ് സൂചനാ ബോർഡ് ലഭിച്ചത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത് എന്നാണ്? അത് 1921-22 കാലഘട്ടത്തിലാണ്. അപ്പം എന്താണ്, 1921-22 കാലഘട്ടത്തിലാണ് സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത്. ദ നെക്സ്റ്റ് വൺ, ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് മോഹൻജൊദാരോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ സിന്ധു നദീതട പ്രദേശം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സപ്തസൈന്ധവ ദേശം എന്നാണ്. എന്താണ്? സപ്തസൈന്ധവ ദേശം എന്നാണ് സിന്ധു നദീതട പ്രദേശം അറിയപ്പെടുന്നത്. ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് സിന്ധു നദി. ദെൻ ഇന്ത്യ എന്ന പേര് ഉടലെടുത്തത് ഏത് പേരിൽ നിന്നുമാണ്? സിന്ധു എന്ന പേരിൽ നിന്നുമാണ്. ഓക്കെ, എന്താണ്, സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നുമാണ് ഇന്ത്യ എന്ന പേര് ഉടലെടുത്തത്. ദെൻ സിന്ധു നദീതട നഗരങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? സിന്ധു നദീതട നഗരങ്ങളുടെ പ്രത്യേകതകളാണ് ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്, അതുപോലെ വീടിനോട് ചേർന്ന് കിണറുകളുണ്ട്, ദെൻ മികച്ച റോഡ് സംവിധാനമാണ്, അതുപോലെ ഓട സംവിധാനവും ഉണ്ട്. എന്തൊക്കെയാണ് സിന്ധു നദീതട നഗരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച വീടുകളുണ്ട്, വീടിനോട് ചേർന്ന് കിണറുകളുണ്ട്, മികച്ച റോഡ് സംവിധാനമുണ്ട്, ഓട സംവിധാനവും ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, സിന്ധു നദീതട നിവാസികൾക്ക് പരിചയമില്ലാതിരുന്ന കാർഷിക വിള ഏതാണ്? കരിമ്പാണ്. ഓക്കെ, അപ്പോൾ കരിമ്പ് കൃഷിയെ പറ്റിയിട്ട് സിന്ധു നദീതട നിവാസികൾക്ക് പരിചയമില്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പരുത്തി കൃഷി ചെയ്തിരുന്ന ഏറ്റവും പുരാതന ജനവിഭാഗം ഏതാണ്? സിന്ധു നദീതട നിവാസികളാണ്. ഓക്കെ, ഇപ്പം എന്താണ്, സിന്ധു നദീതട നിവാസികളാണ് പരുത്തി കൃഷി ചെയ്തിരുന്ന ഏറ്റവും പുരാതനമായ ജനവിഭാഗം എന്നറിയപ്പെടുന്നത്. ദെൻ റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്ന അവരുടെ രീതി എങ്ങനെയായിരുന്നു? മട്ടകോണാകൃതിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ്, മട്ടകോണാകൃതിയിലായിരുന്നു സിന്ധു നദീതട നിവാസികൾ റോഡുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിരുന്നത്. ദെൻ സിന്ധു നദീതട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന മനുഷ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രോട്ടോ ആസ്ട്രലോയിഡ്, ദെൻ മംഗളോയിഡ്, ദെൻ മെഡിറ്ററേനിയൻ ആൽപ്പിനോയിഡ്. ഏതൊക്കെയാണ്? പ്രോട്ടോ ആസ്ട്രലോയിഡ്, മംഗളോയിഡ്, ദെൻ മെഡിറ്ററേനിയൻ ആൽപ്പിനോയിഡ്. ഏറ്റവും വടക്കു ഭാഗത്ത് കാണുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ്? ഇതാണ് ഏറ്റവും വടക്കു ഭാഗത്ത് കാണുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ്? ജമ്മുവിലെ മാണ്ടയാണ്. എന്താണ്? ജമ്മുവിലെ മാണ്ടയാണ് ഏറ്റവും വടക്കു ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ദൈമാബാദാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, സിന്ധു നദീതട പ്രദേശം, അതായത് അതിൻ്റെ തെക്കു ഭാഗത്ത് കാണപ്പെടുന്ന പ്രദേശമാണ് ദൈമാബാദ്. അപ്പോൾ എന്താണ്, ഏറ്റവും വടക്കു ഭാഗത്ത് കാണുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ്? ജമ്മുവിലെ മാണ്ടയാണ്. ഏതാണ്? ജമ്മുവിലെ മാണ്ട. അതുപോലെ ഇതിൻ്റെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ദൈമാബാദ് എന്ന പ്രദേശമാണ്. ഏതാണ്? ദൈമാബാദ് എന്ന പ്രദേശമാണ്. അതുപോലെ ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രം ഏതാണ്? ആലംഗിർപൂർ ആണ്. ഏതാണ്? ആലംഗിർപൂർ. ഉത്തർപ്രദേശിനടുത്ത് മീററ്റിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആലംഗിർപൂർ ആണ് കിഴക്ക് ഭാഗത്തായിട്ടുള്ള കേന്ദ്രം എന്ന് പറയുന്നത്. സിന്ധു നദീതട കേന്ദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശമാണ് സുക്ത ജെൻഡർ. പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് വരുന്ന സുക്ത ജെൻഡറാണ്. ഇതാണ് പാകിസ്ഥാൻ കഴിഞ്ഞ് ഇറാൻ ബോർഡറിനടുത്ത് വരുന്ന സുക്ത ജെൻഡറാണ് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത്. അപ്പം എന്താണ്, സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കേന്ദ്രമാണ് മാണ്ട, അതുപോലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കേന്ദ്രമാണ് ദൈമാബാദ്, അത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ അറ്റത്തുള്ള കേന്ദ്രമാണ് ഉത്തർപ്രദേശിൻ്റെ അടുത്ത് മീററ്റിനോട് ചേർന്നുള്ള ആലംഗിർപൂർ. പടിഞ്ഞാറ് ഭാഗത്താണ് പാകിസ്ഥാൻ കഴിഞ്ഞ് ഇറാൻ ബോർഡറിനടുത്ത് വരുന്ന സുക്ത ജെൻഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സർ ജോൺ മാർഷലും ലാംബ്രിക് മക്കെ. ഇപ്പം എന്താണ്, സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സർ ജോൺ മാർഷൽ, ലാംബ്രിക് മക്കെ. ദെൻ കുശവന്റെ ചക്രം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്താണ്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കുശവന്റെ ചക്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിലേതാണ് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധമില്ലാത്തതെന്ന് നോക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ പേര് നൽകിയത് ജോൺ മാർഷലാണ്. അപ്പോൾ എന്താണ്, സിന്ധു നദീതട സംസ്കാരത്തിന് പേര് നൽകിയത് ജോൺ മാർഷലാണ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. ഓക്കെ, ദെൻ താമ്രശിലാ സംസ്കാരം അല്ലെങ്കിൽ സപ്തസൈന്ധവ ദേശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരമാണ് എന്ന് പറയുന്നതും ശരി തന്നെയാണ്. ദെൻ ഹാരപ്പ, മോഹൻജൊദാരോ എന്നിവയാണ് സിരാ കേന്ദ്രങ്ങൾ.
ഓക്കെ, അതും ശരി തന്നെയാണ്. ദെൻ ഹാരപ്പൻ സംസ്കാരം എന്നും എന്താണ് സിന്ധു നദീതട സംസ്കാരത്തെ അറിയപ്പെടുന്നു എന്ന് പറയുന്നതും ശരിയാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയാണ് പ്രസ്താവനകൾ? സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധമില്ലാത്ത ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. പക്ഷേ ഇതെല്ലാം എന്താണ് ബന്ധമുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന്, ഇതിൽ പേര് നൽകിയത് ആരാണ്? ജോൺ മാർഷലാണ്. അതുപോലെ താമരശിലാ സംസ്കാരം, അതുപോലെ സപ്തസൈന്ധവദേശം എന്നീ പേരുകളിൽ സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഹാരപ്പ, മോഹൻജദാരോ എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അതുപോലെ ഹാരപ്പൻ സംസ്കാരം എന്നത് അറിയപ്പെടുന്നുണ്ട്. അപ്പം നമ്മളിവിടെ പറഞ്ഞു സപ്തസൈന്ധവ ദേശം എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഈ സപ്തസൈന്ധവ ദേശം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും കൂടെ ചേർന്നതാണ് എന്ത്? സപ്തസൈന്ധവ ദേശം എന്ന് പറയുന്നത്. എന്താണ്? സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും കൂടെ ചേർന്നതാണ് സപ്തസൈന്ധവ ദേശം. അതിനകത്ത് 5 പോഷക നദികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ജലം വരുന്നുണ്ട്, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, പിന്നെ സരസ്വതി എന്ന് പറയുന്ന നദിയുമുണ്ട്. അപ്പോൾ സരസ്വതി നദി ഇപ്പോൾ എന്താണ്? നിലവിലില്ല, അത് ഭൂമിക്കടിയിലാണെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സപ്തസൈന്ധവ ദേശം എന്ന് പറയുന്നത്? സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും ഒപ്പം സരസ്വതിയും ഒക്കെ ചേർന്നതാണ് എന്ത്? സപ്തസൈന്ധവ ദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ്, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. അപ്പോൾ എന്താണ്? ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്നുള്ള പ്രസ്താവന ശരിയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1871 പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. എന്നാണത് സ്ഥാപിതമായത്? 1861. ഓക്കെ, അപ്പോൾ എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1861. അപ്പം അത് ഇവിടെ തന്ന പ്രസ്താവന തെറ്റാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എന്ന് പറയുന്നത് എന്താണ്? ശരി തന്നെയാണ്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എന്താണ് അതിൻ്റെ പഠനങ്ങൾ, അതായത് പഠനങ്ങൾ നടത്തുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. സോ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഫസ്റ്റ് ഓപ്ഷനാണ് മുകളിൽ പറഞ്ഞവയൊന്നും ശരിയായ പ്രസ്താവനയല്ല എന്നുള്ളത്. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ആകെ എത്ര പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, കാലിബംഗാൻ എന്ന സിന്ധു നദീതട സംസ്കാരം ഉണ്ടായിരുന്ന പ്രദേശം ഇപ്പോൾ എവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. ഓക്കെ, എന്താണ്? കാലിബംഗാൻ എന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഉണ്ടായിരുന്ന പ്രദേശം ഇപ്പോൾ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാലിബംഗാൻ എന്ന വാക്കിനർത്ഥം എന്താണ്? കറുത്ത വളകൾ എന്നാണ്. ഓക്കെ, എന്താണ്? കാലിബംഗാൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. ദ നെക്സ്റ്റ് വൺ, ചെമ്പിൽ നിർമ്മിച്ച കാളയുടെ രൂപം, അതുപോലെ ഉഴവുചാൽ പാതകൾ എന്നിവ കണ്ടെത്തിയത് എവിടെയാണ്? കാലിബംഗാനിലാണ്. അപ്പോൾ എന്താണ്? ചെമ്പിൽ നിർമ്മിച്ച കാളയുടെ രൂപം, ഉഴവുചാൽ പാതകൾ എന്നിവ കണ്ടെത്തിയത് എവിടെയാണ്? കാലിബംഗാനിലാണ്. ദെൻ വീടുകളോട് ചേർന്ന് കിണറുകളും തടി കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനങ്ങളും കണ്ടെത്തിയതും എവിടെ തന്നെയാണ്? കാലിബംഗാനിലാണ്. അതാണ് വീടുകളോട് ചേർന്ന് കിണറുകളും തടി കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനങ്ങളും കണ്ടെത്തിയത് എവിടെയാണ്? കാലിബംഗാനാണ്. അപ്പോൾ കാലിബംഗാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിനർത്ഥം എന്താണ്? കറുത്ത വളകൾ എന്നാണ്. അതുപോലെ തന്നെ ചെമ്പിൽ നിർമ്മിച്ച കാളയുടെ രൂപം, ഉഴവുചാൽ പാതകൾ, അതുപോലെ വീടുകളോട് ചേർന്ന് കിണറുകളും തടി കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനങ്ങളും ഒക്കെ കണ്ടെത്തിയത് എവിടെ തന്നെയാണ്? കാലിബംഗാനിലാണ്. ബൻവാലി എന്ന സിന്ധു നദീതട സംസ്കാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. ഓക്കെ, എന്താണ്? ഹരിയാനയിലെ ഹിസാർ ജില്ലയിലാണ് ബൻവാലി എന്ന സിന്ധു നദീതട സംസ്കാരം സ്ഥിതി ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, രൂപാർ എന്ന സിന്ധു നദീതട സംസ്കാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് പഞ്ചാബിലാണ്. ഇന്ത്യയിലെ പഞ്ചാബിലാണ് രൂപാർ എന്ന സിന്ധു നദീതട സംസ്കാരം സ്ഥിതി ചെയ്യുന്നത്. ദെൻ മനുഷ്യൻ്റെ കൂടെ നായയെ അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ചത് എവിടെ നിന്നാണ്? രൂപാറിൽ നിന്നാണ്. എന്താണ്? മനുഷ്യൻ്റെ കൂടെ നായയെ അടക്കം ചെയ്തതിൻ്റെ തെളിവ് നമുക്ക് രൂപാറിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, എന്താണ്? ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ ഇന്ത്യയിലായിട്ട് കാണപ്പെടുന്നത്. ദെൻ ധോളവീര സിന്ധു നദീതട കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. അപ്പോൾ എന്താണ്? ധോളവീര സിന്ധു നദീതട കേന്ദ്രം എവിടെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഏകീകൃത ജലസേചനം ഉണ്ടായിരുന്ന എവിടെയാണ്? ധോളവീരയിലാണ്. ഓക്കെ, എന്താണ്? ധോളവീരയിലാണ് ഏകീകൃത ജലസേചനം ഉണ്ടായിരുന്നത്. ദെൻ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ ലഭിച്ചത് എവിടെ നിന്നാണ്? മോഹൻജൊദാരോയിൽ നിന്നാണ്. അപ്പോൾ മോഹൻജൊദാരോയിൽ നിന്നാണ് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെസ് ബോർഡ്, ചെമ്പിൽ നിർമ്മിച്ച നായ എന്നിവയെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ലോത്തലിൽ നിന്നാണ്. അപ്പോൾ എന്താണ്? ചെസ് ബോർഡ്, ചെമ്പിൽ നിർമ്മിച്ച നായയൊക്കെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ലോത്തലിൽ നിന്നാണ്. ഓക്കെ, ദെൻ അവസാനമായി കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? ധോളവീരയാണ്. അപ്പോൾ ധോളവീരയാണ് അവസാനമായി കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം. ദെൻ നഗരത്തെ ചുറ്റി കോട്ടകളും ഗേറ്റ് സംവിധാനവും സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്ന സിന്ധു
നദീതട സംസ്കാരം ഏതാണ്? ധോളവീരയാണ്. എന്താണ്? നഗരത്തെ ചുറ്റി കോട്ടകളും ഗേറ്റ് സംവിധാനവും സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് എന്ത്? ധോളവീര എന്ന് പറയുന്നത്. ദെൻ ബെൻവാലി സംസ്കാരം നിലനിന്നിരുന്ന നദീതീരം ഏതാണ്? സരസ്വതിയാണ്. അപ്പം എന്താണ്? സരസ്വതി നദിയുടെ തീരത്താണ് ബെൻവാലി സംസ്കാരം നിലനിന്നിരുന്നത്. രൂപാർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? പഞ്ചാബിലാണ്. അപ്പം എന്താണ്? പഞ്ചാബിലാണ് രൂപാർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ദെൻ ബലൂചിസ്ഥാനിലെ ദസ്ത നദീതീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗം ഏതാണ്? സുക്ത ജെൻഡറാണ്. അപ്പം എന്താണ്? ബലൂചിസ്ഥാനിലെ ദസ്ത നദീതീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു സുക്ത ജെൻഡർ. ദെൻ മനുഷ്യന്റെ ചിതാഭസ്മം അടക്കം ചെയ്തതിന്റെ പേടകങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ്? സുക്ത ജെൻഡറിൽ നിന്ന് തന്നെയാണ്. അതാണ് മനുഷ്യന്റെ ചിതാഭസ്മം അടക്കം ചെയ്തതിന്റെ പേടകം ലഭിച്ചത് എവിടെ നിന്നാണ്? സുക്ത ജെൻഡറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തീ പടർന്നതിനെ തുടർന്ന് നശിച്ചു പോയ ഹാരപ്പൻ നഗരം ഏതാണ്? കോട്ദിജിയാണ്. അപ്പം എന്താണ്? തീ പടർന്നതിനെ തുടർന്ന് നശിച്ചു പോയ ഹാരപ്പൻ നഗരമാണ് കോട്ദിജി. ഈ കോട്ദിജി കണ്ടെത്തിയത് ആരാണ്? ഗുറേയാണ്. അപ്പോൾ ഗുറേയാണ് കോട്ദിജി കണ്ടെത്തിയത്. ദെൻ കോട്ദിജി സംസ്കാരം നിലനിന്നിരുന്ന നദീതീരം ഏതാണ്? അത് സിന്ധു നദിയുടെ തീരത്താണ്. അപ്പോൾ അതാണ് സിന്ധു നദിയുടെ തീരത്താണ് കോട്ദിജി സംസ്കാരം നിലനിന്നിരുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചടക്കം ചെയ്തതിന് തെളിവ് ലഭിച്ചത് എവിടെ നിന്നാണ്? ലോത്തൽ എന്ന് പറയുന്ന തുറമുഖ കേന്ദ്രത്തിൽ നിന്നുമാണ്. അപ്പോൾ അതാണ് സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചടക്കം ചെയ്തതിന് തെളിവ് ലഭിച്ചത് എവിടെ നിന്നാണ്? ലോത്തൽ എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഷിക്കുപ്പി കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ചാൻഹുദാരോ ആണ്. അപ്പം എന്താണ്? മഷിക്കുപ്പി കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ചാൻഹുദാരോ. ദെൻ ലോത്തൽ എന്ന വാക്കിനർത്ഥം എന്താണ്? മരിച്ചവരുടെ സ്ഥലം എന്നാണ്. അപ്പം എന്താണ്? ലോത്തൽ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ സ്ഥലം എന്നാണ്. ദെൻ ഏറ്റവും ചെറിയ ഹാരപ്പൻ സംസ്കാരം ഏതാണ്? ചാൻഹുദാരോ ആണ്. അപ്പം എന്താണ്? ചാൻഹുദാരോ ആണ് ഏറ്റവും ചെറിയ ഹാരപ്പൻ സംസ്കാരം. ദെൻ ചെമ്പിൽ തീർത്ത മഴു ലഭിച്ച സൈന്ധവ പ്രദേശം ഏതാണ്? രൂപാറാണ്. അപ്പം എന്താണ്? രൂപാറിൽ നിന്നുമാണ് ചെമ്പിൽ തീർത്ത മഴു നമുക്ക് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹാരപ്പൻ മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങൾ തമ്മിൽ കച്ചവടം നടന്നതിനുള്ള തെളിവുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരിയെന്നാണ്. അപ്പോൾ അതാണ് മെസപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിലെ മെലൂഹ എന്ന പ്രദേശ പരാമർശം അത് ശരി തന്നെയാണ്. ദെൻ ഹാരപ്പയിൽ നിന്നും ലഭിച്ച മെസപ്പൊട്ടോമിയൻ മുദ്രകൾ എന്താണ്? ഇതിൻ്റെ തെളിവുകളാണെന്ന് പറയുന്നതും ശരി തന്നെയാണ്. ദെൻ വെങ്കലത്തിൽ തീർത്ത പായ് കപ്പലിൻ്റെ രൂപങ്ങൾ കണ്ടെടുത്തത് തെറ്റായ പ്രസ്താവനയാണ്. അതായത് കളിമണ്ണിൽ തീർത്ത പായ് കപ്പലിൻ്റെ രൂപങ്ങളാണ് നമ്മൾക്ക് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഹാരപ്പൻ മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങൾ തമ്മിൽ കച്ചവടം നടന്നതിനുള്ള തെളിവുകൾ എന്തൊക്കെയായിരുന്നു? 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, മെസപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിലെ മെലൂഹ എന്ന പ്രദേശ പരാമർശം. മെലൂഹ എന്ന് പറയുന്നത് ഹാരപ്പ എന്ന പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസപ്പൊട്ടോമിയൻ മുദ്രകൾ എന്താണ്? ഈ ഒരു തെളിവുകളാണ്. ഈ ഒരു ഹാരപ്പൻ മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങൾ തമ്മിൽ കച്ചവടം നടന്നതിനുള്ള തെളിവുകളാണ്. പക്ഷേ മൂന്നാമത്തെ വെങ്കലത്തിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങളല്ല കണ്ടെടുത്തത്. അവിടെ കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങളാണ് കണ്ടെടുത്തത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരിയായ പ്രസ്താവനകൾ ഏവ? താഴെ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ, BC 2700 മുതൽ BC 1500 വരെയാണ് ഹാരപ്പൻ സംസ്കാര കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് എന്നൊരു പ്രസ്താവന കൊടുത്തേക്കാണ്. ഇത് ശരിയാണോ? ശരിയല്ല. എന്താണ് ശരിക്കുള്ള ഉത്തരം? എന്താണ്? BC 2700 മുതൽ BC 1700 വരെയാണ് ഹാരപ്പൻ സംസ്കാര കാലഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് പ്രസ്താവന എന്ന് പറയുന്നത്, ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാറാം സാക്നിയായിരുന്നു എന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ളതാണ്. ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ദയാറാം സാക്നിയാണ്. പാകിസ്ഥാനിലെ ഹാരപ്പയിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഉത്ഖനനം നടന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന, 1921 സർ ജോൺ മാർഷൽ ആയിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആ സമയത്ത്. എന്താണ്? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1921 സർ ജോൺ മാർഷൽ ആയിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് എന്താണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ്? സർ ജോൺ മാർഷലാണ്. അപ്പോൾ എന്താണ്? സർ ജോൺ മാർഷലാണ് സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയത്. അതുപോലെ ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ തലവനും ആര് തന്നെയാണ്? സർ ജോൺ മാർഷൽ തന്നെയാണ്. അപ്പോൾ എന്താണ്? സർ ജോൺ മാർഷലാണ് സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയതും ഒപ്പം ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ തലവനും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? ഹാരപ്പയാണ്. അപ്പം തന്നെ ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം. ദെൻ മെസപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചിരുന്നത് ഏത് പേരിലാണ്? മെലൂഹ എന്ന പേരിലാണ്. അപ്പം എന്താണ്? മെലൂഹ എന്ന പേരിലാണ് മെസപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
പൂർവ്വ ഹാരപ്പ സംസ്കാര അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? റംഗ്പൂർ ആണ്. അപ്പം എന്താണ്? പൂർവ്വ ഹാരപ്പ സംസ്കാര അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? റംഗ്പൂർ ആണ്. ദെൻ ഈ റംഗ്പൂർ ഖനനം ചെയ്ത് കണ്ടെത്തിയത് ആരാണ്? MS വാട്സ് ആണ്. അപ്പം എന്താണ്? റംഗ്പൂർ ഖനനം ചെയ്ത് കണ്ടെത്തിയത് 1931 MS വാട്സ് ആണെന്നും കൂടെ ഓർത്തിരിക്കാം. ദെൻ ഹാരപ്പൻ ജനതയുടെ എഴുത്ത് ലിപിയാണ് ചിത്രലിപി. എന്താണ്? ഹാരപ്പൻ ജനതയുടെ എഴുത്ത് ലിപിയാണ് ചിത്രലിപി എന്ന് പറയും. സോ ഹാരപ്പൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ബോസ്ട്രോഫിഡൻ എന്നാണ്. അപ്പം എന്താണ്? ബോസ്ട്രോഫിഡൻ എന്ന പേരിലാണ് ഹാരപ്പൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത്. ദെൻ ഹാരപ്പൻ ജനതയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയാണ്? ഗോതമ്പും ബാർലിയുമാണ്. അപ്പം എന്താണ്? ഗോതമ്പും ബാർലിയുമാണ് ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ. ദെൻ ശിവലിംഗ ആരാധനയെക്കുറിച്ച് ആദ്യമായി തെളിവ് ലഭിച്ചത് എവിടെ നിന്നാണ്? നമുക്ക് ഹാരപ്പയിൽ നിന്നുമാണ് ലഭിച്ചത്. അപ്പം എന്താണ്? ശിവലിംഗ ആരാധനയെക്കുറിച്ച് ആദ്യമായിട്ട് തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചത് എവിടെ നിന്നുമാണ്? ഹാരപ്പയിൽ നിന്നുമാണ്. ഓക്കെ, അപ്പം എന്താണ്? ഹാരപ്പയിൽ നിന്നുമാണ് സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നു എന്നതിന്റെ തെളിവ് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശം ഏതാണ്? ഹാരപ്പയാണ്. അപ്പം എന്താണ്? ഹാരപ്പയാണ് ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശം. ദെൻ ഹാരപ്പ സംസ്കാരത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഒന്ന്, H മാതൃകയിലുള്ള സെമിത്തേരികളാണ്. എന്താണ്? H മാതൃകയിലുള്ള സെമിത്തേരികൾ, അതുപോലെ ചുട്ടെടുത്ത അടുപ്പ്, അതുപോലെ പട്ടിമാനിനെ വേട്ടയാടുന്നൊരു രൂപം, പിന്നെ സ്ത്രീലിംഗത്തിൻ്റെ കല്ലിൽ തീർത്ത മാതൃകകൾ, 2 നിരവിധമുള്ള 6 ധാന്യപ്പുരകൾ. എന്തൊക്കെയാണ്? H മാതൃകയിലുള്ള സെമിത്തേരികൾ, ചുട്ടെടുത്ത അടുപ്പ്, പട്ടിമാനിനെ വേട്ടയാടുന്ന രൂപം, സ്ത്രീലിംഗത്തിൻ്റെ കല്ലിൽ തീർത്ത മാതൃകകൾ, 2 നിരവിധമുള്ള 6 ധാന്യപ്പുരകൾ. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഹാരപ്പ സംസ്കാരത്തിൽ നിന്നും കണ്ടെത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹാരപ്പൻ മുദ്രകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ ഏതാണ്? സ്റ്റിയാറ്റൈറ്റ് ആണ്. അപ്പം എന്താണ്? ഹാരപ്പൻ മുദ്രകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകളാണ് സ്റ്റിയാറ്റൈറ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? മോഹൻജൊദാരോയാണ്. അപ്പം എന്താണ്? രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് മോഹൻജൊദാരോ. ആദ്യം കണ്ടെത്തിയ ഏതാണ്? ഹാരപ്പയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം ഏത് തന്നെയാണ്? മോഹൻജൊദാരോ തന്നെയാണ്. അപ്പം എന്താണ്? വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശവും മോഹൻജൊദാരോ ആണ്. ഈ മോഹൻജൊദാരോ സിന്ധു നദീതീരത്താണ് നിലനിന്നിരുന്നതെന്ന് ഓർത്തിരിക്കാം. ദെൻ കെട്ടിട സാമ്യമുള്ള ക്ഷേത്രം ഉണ്ടായിരുന്ന നഗരം ഏതാണ്? മോഹൻജൊദാരോയിലാണ്. അപ്പം എന്താണ്? കെട്ടിട സാമ്യമുള്ള ക്ഷേത്രം ഉണ്ടായിരുന്ന നഗരം മോഹൻജൊദാരോയിലാണ്. അതുപോലെ മോഹൻജൊദാരോയിൽ നിന്നും കണ്ടെത്തിയ പ്രശസ്തമായ നിർമ്മിതി ഏതാണ്? മഹാസ്നാനഘട്ടമാണ്. അപ്പം എന്താണ്? മോഹൻജൊദാരോയിൽ നിന്നും കണ്ടെത്തിയ പ്രശസ്തമായ നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മോഹൻജൊദാരോയിലെ പ്രധാന കണ്ടെത്തലുകൾ. അപ്പം എന്താണ്? മോഹൻജൊദാരോയിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഏതൊക്കെയാണ്? കുളിക്കടവ്, ദെൻ അസംബ്ലി ഹാള്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, ദെൻ പുരോഹിതനെന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ, ധാന്യപ്പുരകൾ, ക്ഷേത്ര മാതൃകകൾ, ആടിൻ്റെയും എരുമയുടെ പ്രതിമ. ഇതൊക്കെയാണ് കുളിക്കടവ്, അസംബ്ലി ഹാള്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതനെന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ, ധാന്യപ്പുരകൾ. ഗുജറാത്തിലെ ഭൊഗാവോ നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന സിന്ധു നദീതട സംസ്കാരം ഏതാണ്? ലോത്തലാണ്. അപ്പം എന്താണ്? ഗുജറാത്തിലെ ഭൊഗാവോ നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ലോത്തൽ. അപ്പോൾ ഈ ലോത്തൽ സംസ്കാരം കണ്ടെത്തിയതാരാണ്? 1957 SR റാവു ആണ്. അപ്പോൾ അതാണ് SR റാവു ആണ് 1957 ലോത്തൽ സംസ്കാരം കണ്ടെത്തിയത്. ദെൻ ലോത്തലിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? വ്യാപാര ഭവനങ്ങൾ ഉണ്ടായിരുന്നു, ചെസ് ബോർഡ്, ചെമ്പിൽ നിർമ്മിച്ച നായ, തുറമുഖം, കൂട്ട ശവമടക്കലിൻ്റെ തെളിവുകൾ. എന്തൊക്കെയാണ്? വ്യാപാര ഭവനങ്ങൾ, ചെസ് ബോർഡ്, ചെമ്പിൽ നിർമ്മിച്ച നായ, തുറമുഖം, കൂട്ട ശവമടക്കലിൻ്റെ തെളിവുകൾ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, സിറ്റാഡൽ അല്ലെങ്കിൽ മേൽപ്പട്ടണമില്ലാത്ത ഹാരപ്പൻ നഗരം ഏതാണ്? ചാൻഹുദാരോയാണ്. അപ്പം എന്താണ്? സിറ്റാഡൽ അല്ലെങ്കിൽ മേൽപ്പട്ടണമില്ലാത്ത ഹാരപ്പൻ നഗരം ഏതാണ്? ചാൻഹുദാരോയാണ്. ഈ ചാൻഹുദാരോ നിലനിന്നിരുന്ന നദീതീരം ഏതാണ്? സിന്ധു നദിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സിന്ധു നദിയുടെ തീരത്താണ് ചാൻഹുദാരോ നിലനിന്നിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലിബംഗൻ നശിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഖഗ്ഗർ നദിയുടെ വരൾച്ചയാണ്. അപ്പോൾ എന്താണ്? കാലിബംഗൻ നശിക്കാനിടയായ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഖഗ്ഗർ നദിയുടെ വരൾച്ചയാണ്. അപ്പോൾ ഈ കാലിബംഗൻ കണ്ടെത്തിയത് 1953 എ ഘോഷാണ്. അപ്പോൾ എന്താണ്? 1953 എ ഘോഷാണ് കാലിബംഗൻ കണ്ടെത്തിയത്. കൂടാതെ ഈ കാലിബംഗൻ എന്ന് പറയുന്നത് എവിടെയാണ്? രാജസ്ഥാനിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ ഒട്ടകത്തിൻ്റെ ഫോസിലൊക്കെ കണ്ടെത്തിയതും എവിടെ നിന്നാണ്? കാലിബംഗാനിലാണെന്നും ഓർത്തിരിക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നദികളും അതിൻ്റെ പൗരാണിക നാമങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഏതൊക്കെ നദികളും അതിൻ്റെ പൗരാണിക നാമങ്ങളുമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പരുഷ്ണി. പരുഷ്ണി എന്ന് പറയുന്നത് രവി നദിയുടെ പൗരാണിക നാമമാണ്. അപ്പം എന്താണ്? രവി നദിയുടെ പൗരാണിക നാമമാണ് പരുഷ്ണി. ദെൻ ബിയാസിൻ്റെ ആണെങ്കിൽ വിപാസ. അപ്പം എന്താണ്? ബിയാസിൻ്റെ ആണെങ്കിൽ വിപാസ. ജലം നദിയുടെ ആണെങ്കിലോ വിതാസ്ത. ജലം നദി ആണെങ്കിൽ വിതാസ്ത. സത്ലജ് ആണെങ്കിൽ ശതാദ്രു. സത്ലജ് ആണെങ്കിൽ ശതാദ്രു. ദെൻ അസക്കിനി എന്ന് പറയുന്നത് ചിനാബിൻ്റെതാണ്. അസക്കിനി എന്ന് പറയുന്നത് ചിനാബിൻ്റെ പൗരാണിക നാമമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളും ഏതൊക്കെയാണെന്നും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അപ്പോൾ പാകിസ്ഥാനിൽ കാണപ്പെടുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഹാരപ്പ, മോഹൻജദാരോ, സുക്ത ജന്തർ. അപ്പം എന്തൊക്കെയാണ്? ഹാരപ്പയും മോഹൻജദാരയും സുക്ത ജന്തറുമാണ് പാകിസ്ഥാനിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ. അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ഏതൊക്കെയാണ്? ആലംഗിർപൂർ, ബനവാലി, കാലിബംഗാൻ, ലോഥൽ, ധോളവീര. ഏതൊക്കെയാണ്? ആലംഗിർപൂർ, ബനവാലി, കാലിബംഗാൻ, ലോഥൽ, ധോളവീര എന്നിവ എവിടെ സ്ഥിതി ചെയ്യുന്നതാണ്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രം ഏതാണ്? ഷോർട്ടുഗായി ആണ്. അപ്പം എന്താണ്? ഷോർട്ടുഗായി എന്ന് പറയുന്ന ഒരു സിന്ധു നദീതട സംസ്കാര കേന്ദ്രം എവിടെയുണ്ട്? അഫ്ഗാനിസ്ഥാനിലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയവരുടെ ഒരു ലിസ്റ്റ് നമുക്ക് നോക്കാം. സിന്ധു നദീതട കേന്ദ്രങ്ങളും അത് കണ്ടെത്തിയത് ആരുടെ നേതൃത്വത്തിലാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഹാരപ്പ. ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാക്നിയുടെ നേതൃത്വത്തിലാണ്. എന്താണ്? ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാക്നിയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ മോഹൻജൊദാരോ ആണെങ്കിലോ അത് RD ബാനർജിയുടെ നേതൃത്വത്തിലാണ്. എന്താണ്? RD ബാനർജിയുടെ നേതൃത്വത്തിലാണ് മോഹൻജൊദാരോ കണ്ടെത്തുന്നത്. അമ്രി എന്ന് പറഞ്ഞ ഒരു സിന്ധു നദീതട കേന്ദ്രം ആരാണ് കണ്ടെത്തുന്നത്? NG മജുംദാർ ആണ്. അപ്പോൾ NG മജുംദാർ അമ്രി എന്ന് പറഞ്ഞൊരു സിന്ധു നദീതട കേന്ദ്രം ചൻഹുദാരും കണ്ടെത്തിയത് ആര് തന്നെയാണ്? NG മജുംദാർ ആണ്. അതുപോലെ രംഗ്പൂർ കണ്ടെത്തിയത് MS വാട്സ് ആണ്. എന്താണ്? രംഗ്പൂർ കണ്ടെത്തിയത് MS വാട്സ് ആണ്. കോട്ദിജി കണ്ടെത്തിയത് ഗുറയാണ്. എന്താണ്? കോട്ദിജി എന്ന് പറഞ്ഞ സിന്ധു നദീതട കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? ഗുറയുടെ നേതൃത്വത്തിലാണ്. ദെൻ കാലിബംഗാൻ A ഘോഷ് ആണ് കണ്ടെത്തുന്നത്. കാലിബംഗാൻ കണ്ടെത്തുന്നത് A ഘോഷ് ആണ്. രൂപാർ കണ്ടെത്തുന്നത് ആരാണ്? YD ശർമ്മയാണ് രൂപാർ കണ്ടെത്തുന്നത്. അതുപോലെ ലോഥൽ കണ്ടെത്തുന്നത് ആരാണ്? SR റാവു ആണ്. SR റാവുവിൻ്റെ നേതൃത്വത്തിലാണ് ലോഥൽ എന്ന സിന്ധു നദീതട കേന്ദ്രം കണ്ടെത്തുന്നത്. അതുപോലെ JP ജോഷി കണ്ടെത്തിയത് ഏതാണ്? സുർക്കോത്താടയാണ്. അപ്പോൾ സുർക്കോത്താട എന്ന സിന്ധു നദീതട കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? JP ജോഷിയാണ്. ബനവാലി കണ്ടെത്തുന്നത് ആരാണ്? RS ബിഷ്ട് ആണ്. അപ്പോൾ RS ബിഷ്ട് ഏതൊക്കെയാണ് ഒന്നും കൂടെ നോക്കാം. ഹാരപ്പ ദയാറാം സാക്നി, മോഹൻജൊദാരോ RD ബാനർജി, അമ്രി NG മജുംദാർ, ചൻഹുദാരോയും NG മജുംദാർ തന്നെയാണ്. രംഗ്പൂർ MS വാട്സ്, കോട്ദിജി ഗുറൈ, കാലിബംഗാൻ A ഘോഷ്, രൂപാർ YD ശർമ്മ, ലോഥൽ SR റാവു, സുർക്കോത്താട JP ജോഷി, ദെൻ ലാസ്റ്റ് വൺ ബനാവാലി RS ബിഷ്ട്. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ ഇത്രയുമാണ് ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും. സോ വീഡിയോ ഇൻഫർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.